പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. സതീഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനും പറഞ്ഞു. അവളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 11 വർഷമായി. അതുല്യയുടെ രക്ഷിതാക്കളടക്കം ബന്ധുക്കളടക്കം ഒരുപാട് കാര്യങ്ങൾ ഈ അതുല്യയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ഡിവോഴ്സ് ചെയ്തൂടെ, അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവൾക്കൊരു മോളാ ഉള്ളത്. അല്ല, അത് നോർമലായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവന് സ്വഭാവം ഒരു പ്രത്യേക തരമാണ്. അദ്ദേഹം ഇവിടെ എല്ലാം പാടുണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചു അത് മറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ മാസ്ക് പോലും അവൻ തിരിച്ച് ഇങ്ങനെയൊക്കെയാ. കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് കുറ്റങ്ങൾ ആവർത്തിക്കും, അത് ഉറപ്പല്ലേ. അപ്പൊ അവൾ ഈ ന്യൂസ് എല്ലാം കാണുന്നുണ്ടല്ലോ, അവൾ അത്രയ്ക്കും മന്ദബുദ്ധിയാണോ ആത്മഹത്യ ചെയ്യാൻ? ഈ ഭൂമിയിൽ ഒരുപാട് നാൾ ജീവിക്കാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു. നമ്മള് വളരെ പ്രതീക്ഷയോടെ കൂടി അയക്കും. എത്ര കുഞ്ഞുങ്ങളാ മരിച്ചുകൊണ്ടിരുന്നത്. ഈ വിവാഹത്തിന് സമ്മതമില്ലായിരുന്നു. പക്ഷേ സതീഷിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഈ വിവാഹം നടത്തിയിട്ടുള്ളത്. നമസ്കാരം. ദുബായിലെ ഷാർജയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അതുല്യയുടെ വീട്ടുമുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡി വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണ്. ഞാൻ ഈ വീട്ടിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതുല്യയുടെ രക്ഷിതാക്കളടക്കം ബന്ധുക്കളടക്കം ഒരുപാട് കാര്യങ്ങൾ ഈ അതുല്യയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ 2014 വിവാഹം കഴിഞ്ഞതിന് ശേഷം അതുല്യ അനുഭവിച്ച കൊടിയ മാനസിക പീഡനങ്ങളുടെ കഥയാണ് ഈ കുടുംബം തുറന്നു പറയുന്നത്. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് കൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ്. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനും പറഞ്ഞു. എനിക്ക് വയ്യാടി അനങ്ങാൻ വയ്യ. വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല.
എൻ്റെ കൂടെയുള്ളത് അതുല്യയുടെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധുവാണ് ജിഷ. രജിത്താണ് പറയുന്നത്. ജിഷ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. ജിഷയോട് എങ്ങനെയായിരുന്നു അതുല്യ, എന്തൊക്കെയായിരുന്നു പറയാറുണ്ടായിരുന്നത്? അതിൻ്റെ എല്ലാ വിഷമങ്ങളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. 2020 ഈ സതീഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മദ്യപാനവും എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും അതുല്യയുടെ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഈ 2017 ഇവൾക്ക് ആദ്യമേ ഒരു വിഷയം വന്നിട്ട് ഇവിടെ ഡിവോഴ്സ് കേസ് വരെ ആയതാണ്. അന്ന് വിസ്മയ കേസോ ഉത്തര കേസോ അല്ലെങ്കിൽ ഒരു കേസും വന്നിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരു പ്രശ്നം വന്നാൽ എല്ലാം സ്ത്രീകളുടെ പ്രശ്നമാണ്. എല്ലാം ഇപ്പൊ കുടുംബത്തെ ഏതെങ്കിലും ഒരു ഡിവോഴ്സ് നടന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും നിന്റെ വീട്ടിൽ അങ്ങനെ വന്നിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ചുറ്റും അവളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പോലും കൂട്ടി നമ്മളെയും കൂടെ പ്രശ്നക്കാരാക്കും എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവളും PSCക്കും ആക്കിയത് വീട്ടിൽ നിന്ന്. കുഞ്ഞമ്മയൊക്കെ എതിരായി വിളിച്ചുകൊണ്ട് പോകുന്നതിന്. ഒരിക്കലും ഇന്ന് ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം അന്നത്തെ സമയത്ത് ഈ അമ്മയൊക്കെ എതിരായിരുന്നു, ഇവള് പോകുന്നതിന് എതിരായിരുന്നു. ഇവര് PSCക്ക് വിട്ടു. 10ാം ക്ലാസ് +2 കഴിഞ്ഞ് ഡിഗ്രി അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കൊച്ച് എങ്ങനെ ജീവിക്കണം? 2-2.5 ലക്ഷം രൂപ സാലറി ഉള്ള സതീഷിന് 5000 10,000 അവളുടെ കൊച്ചിന്ന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രീബുദ്ധിയിലാണ് അവള് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുന്നിടത്ത് ഈ 5000 10,000 ഒക്കെ കൊണ്ട് ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ? അവർക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ സ്വയം തിരഞ്ഞെടുത്ത് കമ്പ്യൂട്ടർ പഠിച്ച് ആ കൊച്ചിനെ, ഇവിടുത്തെ സാലറി അല്ല ദുബായിൽ ഞാനും നിന്നിട്ടുണ്ട്. ഒരു റിസപ്ഷൻ ജോലിക്ക് തന്നെ 2,800 2,000 ഒക്കെ ദർഹം കിട്ടും. അപ്പൊ അവൾ അവൾക്കൊരു മിച്ചമായിരിക്കും എന്നും പറഞ്ഞായിരിക്കും അവൾ പോയിരിക്കുന്നത്. ഇത്രയൊക്കെ കടിച്ചു പിടിച്ച് എങ്ങനെയും ജീവിക്കണമെന്നുള്ളൊരെന്തോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ചോദിക്കാം, അവൾക്ക് ഡിവോഴ്സ് ചെയ്തൂടെ? അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവൾക്കൊരു മോളാ ഉള്ളത്. മോളെ എവിടെ എത്തിക്കും? എത്ര ഇടിയും കൊണ്ടാലും ഇപ്പം ഒരു സെക്കൻഡ് മാരേജിനോ തേർഡ് അങ്ങനെ മാരേജിന് പോവുകയാണെങ്കിൽ ആ കുഞ്ഞ് എവിടെ? ഇപ്പൊ അച്ഛനും അമ്മയും വയസ്സായി, പെൺകുട്ടി കുറച്ചു കാലം കഴിയുമ്പോൾ അവളെ ആര് നോക്കും? നമുക്കൊരു സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ മോളെ നോക്കാനോ കൊണ്ട് നിർത്താനോ ഒരാളിനെ അച്ഛാന്ന് വിളിക്കുന്നതൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടായി തോന്നിക്കാണും. അതായിരിക്കും അവൾ ഇത് തന്നെ സഹിച്ച് കടിച്ചു പിടിച്ച് നിന്നത്. ഈ ജോലിയിൽ ജോയിൻ ആവുന്നതിന്റെ തലേ ദിവസം പോലും ഒരുപാട് ഹാപ്പി ആയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അനിയത്തിയുടെ കയ്യുന്ന ഡ്രസ്സും മാസ്ക്, അദ്ദേഹം ഇവിടെ എല്ലാം പാടുണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചത് മറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ മാസ്ക് പോലും അവൻ തിരിച്ച് ഇങ്ങനെയൊക്കെ ആക്കി. ആ മനസ്ഥിതി ഒന്ന് മനസ്സിലാക്കുക നിങ്ങള്. ഇത്രയും കേസുകൾ വന്ന് ഈ 2017 ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ആത്മഹത്യ ഈ ദുബായിൽ ഇപ്പൊ തന്നെ ഒരു യൂട്യൂബർ മരിച്ചിരുന്നു. എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? അത് കഴിഞ്ഞിട്ട് ഇപ്പം വിഭജിക മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 9ാമത്തെ ദിവസമാണ് ബോഡി കൊണ്ടുവന്നത്. അതിന്റെ 2 ദിവസം മുന്നേ ഞങ്ങളുടെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ അവൾ ഈ ന്യൂസ് എല്ലാം കാണുന്നുണ്ടല്ലോ, അവൾ അത്രയ്ക്കും മന്ദബുദ്ധിയാണോ ആത്മഹത്യ ചെയ്യാൻ? വിഭജികയ്ക്ക് എന്തെങ്കിലും നീതി കിട്ടിയോ? എവിടുന്നെങ്കിലും കിട്ടിയോ? നഷ്ടം ആർക്ക്? അച്ഛന്, അമ്മയ്ക്ക്, ആ കുഞ്ഞിന്. ഫിനാൻഷ്യലി സ്റ്റേബിള്, എഡ്യൂക്കേറ്റഡ് വിഭജികയ്ക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല. നോക്കൂ, വിസ്മയ കേസ് തന്നെ നോക്കൂ, കിരൺ കുമാർ. അതെ. അപ്പം ഈ നമുക്ക് ഇപ്പൊ ഇവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലും സുഖമായിട്ട് ജയിലിൽ നിന്ന് പുറത്ത് വന്ന് വേറെ കല്യാണവും കഴിച്ചു. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഓരോ ആഴ്ചയിൽ ഓരോ പെൺപിള്ളേരൊക്കെ കൊണ്ടിരിക്കുന്നത്. ഇത് ഒരാളുടെ കാര്യമല്ല. ഒരുപാട് കുഞ്ഞുങ്ങള് നമ്മള് വളരെ പ്രതീക്ഷയോടെ കൂടി അയക്കും. എത്ര കുഞ്ഞുങ്ങളാ മരിച്ചു കൊണ്ടിരുന്നത്? ഈ അനാഥരാകുന്ന കുഞ്ഞുങ്ങളോ? ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഞങ്ങൾക്കോ ഞങ്ങളുടെ കുഞ്ഞു പോയി. നിയമ സംവിധാനങ്ങളെ തന്നെയാണ് ഇവരെല്ലാവരും ചൂണ്ടിപ്പറയുന്നത്. കാരണം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഒട്ടും തന്നെ ബലമില്ലാതെ വെറും ദുർബലമായ നിയമങ്ങളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം ക്രിമിനലുകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. അതുല്യയുടെ ബന്ധുവാണ് ഇപ്പൊ കൂടെയുള്ളത്. എന്താ പറയാ, നമുക്ക് ദുഃഖം ഉണ്ടല്ലോ. എന്താ പറയാ, ഒരിക്കലും ഈ പെൺകുട്ടികളെയൊക്കെ വളർത്തുന്ന അച്ഛന്മാരാകുമ്പോ അവർക്ക് വരാൻ പാടില്ലല്ലോ. നമ്മളിപ്പോ എന്തോ അതിന് പറയാനെന്തോ വരുന്നതൊക്കെ
സതീഷിനെ കുറിച്ച് നേരത്തെ അറിയോ? എനിക്കറിയില്ല. ഒരു നമ്മളിങ്ങനെ ഒരു സ്വഭാവം എന്ന് പറയത്തില്ല, കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലായി കുടുംബം ആരോപിക്കുന്നുണ്ട് ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്തതല്ല കൊലപ്പെടുത്തിയതാകാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇവര് പറയുന്ന വിശ്വാസം. അതുല്യ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. എനിക്കടി കറക്റ്റ് നമ്മള് അറിയില്ലല്ലോ, അറിയാത്ത കാര്യം പറയുന്നത് എങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഒരു കാരണവശാലും. എങ്ങനെയാണ് അതുല്യെ കുറിച്ച് പറയുമ്പോൾ അതുല്യെ കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? അതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു പാവം കുട്ടിയായിരുന്നു. അവളെപ്പോലെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു കുഞ്ഞു കയറിയില്ല. അവിടെ എങ്ങനെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വയ്യ. നാട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ വലിയ കാര്യമായിരുന്നു. ഇത്തരം ഒരു അവന്റെ സ്വഭാവം കണ്ടാൽ വലിയ വികൃതമായ രീതിയിലാണല്ലോ കാണുന്നത്. എന്താ പറയാൻ, അതുല്യയുടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി അത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല, ഇത് ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയെ അപായപ്പെടുത്തിയതാകാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന ഒരു അതുല്യ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹമുള്ള, ഒരുപാട് കൂട്ടുകാരുള്ള, ഒരുപാട് ബന്ധങ്ങളെയൊക്കെ സൂക്ഷിക്കാനൊക്കെ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അവരുടെ ഈ നാട്ടുകാരൊക്കെ തന്നെ അതുല്യയെക്കുറിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ അതുല്യയുടെ സുഹൃത്തുക്കളും അതോടൊപ്പം കോളേജിലെയും അതോടൊപ്പം 10th പഠിച്ച കുട്ടികളും ഹയർ സെക്കൻഡറി ബാച്ചിലെ കുട്ടികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുല്യ അനുഭവിച്ചിരുന്ന കൊടിയ മാനസിക പീഡനങ്ങൾക്കിടയിലും അതുല്യ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവച്ചിരുന്നു. അവരുടെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ആക്റ്റീവായിരുന്ന ഒരു കുട്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ അതുല്യയുടെ മകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മകളെ അതുല്യ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു മകളാണെന്നാണ് ആ അച്ഛൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇത് ഒരുപാട് അതായത് ഈ ഭൂമിയിൽ ഒരുപാട് നാൾ ജീവിക്കാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നീട് അതുല്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? ശാസ്താംകോട്ട സ്വദേശിയായിട്ടുള്ള സതീഷിന്റെ കുടുംബവും കുടുംബ പശ്ചാത്തലവും ഒക്കെ തന്നെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം നടന്നൊരു വിവാഹമായിരുന്നു. ആദ്യമൊക്കെ ഈ കുടുംബത്തിന് വലിയ രീതിയിൽ ഈ വിവാഹത്തിന് സമ്മതമില്ലായിരുന്നു. പക്ഷേ സതീഷിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഈ വിവാഹം നടന്നിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ, അതായത് 2014 മുതൽ ഈ അതുല്യ അനുഭവിച്ചിരുന്ന ചില മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടുള്ള ക്രൂര പീഡനങ്ങളുടെയും കഥ ഈ അച്ഛനോട് അതുല്യ പലതവണയായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുല്യയുടെ അച്ഛനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം മാനസികമായും ശാരീരികമായും ശരിക്കും ഒരുപാട് തളർന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇപ്പോൾ ഈ സതീഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇനി എന്താണ് ആവശ്യപ്പെടുന്നത്? ഇനി ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ പിന്നെ നിയമ നടപടിയിലേക്കല്ലേ പോകേണ്ടത്. നിയമപരമായിട്ട് കുറ്റവാളിയെ അവന് കുറ്റം ചെയ്തിട്ടുണ്ട്, ആ കുറ്റത്തിന് അർഹമായ ശിക്ഷ അവന് കിട്ടണം, അവന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അത് ഇവിടെ ആയാലും അവിടെ ആയാലും ഇവിടെ ആയാലും. ഈ സതീഷ് ഒരിക്കലും അതുല്യ അത് ചെയ്യില്ല എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതായത് അവളങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പീഡനങ്ങൾ കുറി സഹിച്ച് ക്ഷമിച്ചൊക്കെ ജീവിക്കുമ്പോഴും പിന്നെ പറഞ്ഞിട്ടുണ്ട് അവളത് ചെയ്യത്തില്ലെന്ന്. കുഞ്ഞിനെ ഓർത്ത് ഒരിക്കലും അത് ചെയ്യത്തില്ല. ഇപ്പൊ അവിടെ ശബ്ദ സന്ദേശത്തിനകത്ത് അവളത് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ആ ഒരു അവളൊരിക്കലും സ്വയം അവിടെ ജീവൻ കളയത്തില്ലെന്നാണ് വിശ്വാസം, ഉറച്ച വിശ്വാസം. കാരണം അവിടെ കുഞ്ഞിനോട് അത്ര സ്നേഹമുണ്ട്, അത്ര ശിവരി, അത്ര വാത്സല്യം, അത്ര ഒരാഴത്തിലുള്ള ഒരമ്മയുടെ സ്വാഭാവികമായിട്ടുള്ള ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും ഞാൻ കാണുന്നുണ്ട് എൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്നവൾ. അങ്ങനെയുള്ളവൾ അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ കോളിലൂടെ ഇവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്ന കുഞ്ഞിനെ അങ്ങനെയുള്ളത് ചെയ്തു. അപ്പോൾ ആ കുഞ്ഞിനോട് എന്തും വേണ്ടി അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, എന്തും വേണ്ടി സ്നേഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അവളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 11 വർഷമായിട്ട്. കുറേശ്ശെ അവൻ ഈ 11 വർഷത്തിനിടയിലൊക്കെ ഒരുപാട് തവണ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു കൊടിയ പീഡനം ഉണ്ടായിരുന്നു? പിന്നെ അന്നൊക്കെ ഉണ്ട്. അന്നൊക്കെ നമ്മൾ പിന്നെ ഇവനെന്തെങ്കിലും മാറ്റം വരുമെന്ന് പറഞ്ഞ് കോംപ്രമൈസ് അത് അന്ന് കോർട്ടിൽ കേസൊക്കെ ആയിരുന്നു. ആദ്യ കാലത്ത് ടവറി പ്രശ്നത്തിന് കേസൊക്കെ ആയതാണ്. അന്ന് പിന്നെ കോടതി ഇടപെട്ട് ഇവർ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ച് വക്കീലന്മാർ കൗൺസിൽ ചെയ്തൊക്കെ ഒന്നിപ്പിച്ചതാണ് വീണ്ടും. അതിൽ അങ്ങനെയാണ് അത് പിന്നെ ഇതായത്. പിന്നെ അവനത് തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. അവനത് കോടതി ഇടപെട്ട് പിന്നെ പറഞ്ഞിട്ട് പോലും അവനത് പിന്നെയും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നതാണ്. സ്ഥിരം മദ്യപാനിയാണ്. മിക്കവാറും ദിവസങ്ങളിലും മദ്യപാനം അവൻ്റെ ഒരു ശീലമാണ്. അവന് വീക്കെൻഡിലൊക്കെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പിന്നെ ധാരാളം അത് കൂടും. അന്നേരമാണ് ഈ മർദ്ദനമുറകൾ ഉണ്ടാവുന്നത്. അല്ല, അത് നോർമലായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവന് സ്വഭാവം ഒരു പ്രത്യേക തരമാണ്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആർക്കും
സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമാണ്. വൈകൃതമുള്ള രീതിയിൽ അവന് പെട്ടെന്ന് മൈൻഡ് മാറുകയും പെട്ടെന്ന് പറയും, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട് അവൻ. പക്ഷെ അല്ലാതെ മറ്റു മാനസിക വൈകല്യങ്ങളൊന്നും തന്നെ അവനില്ല. അവൻ നല്ല രീതിയിൽ ഇത്തരത്തിൽ ഒരു മാനസിക വൈകല്യം ഉണ്ടെന്ന് വരുത്തുന്നത് ചിലപ്പോൾ കെട്ടിച്ചമയ്ക്കാനായിരിക്കും ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള. അതൊക്കെ അങ്ങനെ അവൻ എല്ലാ കുറ്റവാളികളും അവസാനം അങ്ങനെ പറയുമല്ലോ. ഇപ്പൊ ഇതിനങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ പറയാ, ഇതിന് പല ചാനലുകൾ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ രാവിലെ അവന്റെ പിന്നെ ചാനലുകളിൽ അവൻ പ്രതികരിച്ചാണല്ലോ രാവിലെ. അപ്പൊ അവൻ പറയുന്നത് കേട്ടില്ലേ? അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ അവൻ പറയുന്നതിനകത്ത്. അത് ഇല്ലേ? ശരിക്കും ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ നിയമ സംവിധാനങ്ങൾ ദുർബലമാവുന്നത് കൊണ്ടല്ലേ ഇത്തരം ആളുകൾക്ക് ഇത്തരം ആത്മഹത്യകൾ അല്ലേ. ഒരു കുട്ടിക്ക് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപാണ് വിഭജിക എന്ന് പറയുന്ന ഒരു കുട്ടി ദുബായിൽ തന്നെ. അത് ഇപ്പൊ പറഞ്ഞ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതായത് കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് കുറ്റങ്ങൾ ആവർത്തിക്കും. അത് ഉറപ്പല്ലേ? ഏതൊരു കുറ്റവാളിക്കും അവന് പിന്നെ ക്രിമിനൽ അല്ലെങ്കിൽ പോലും ഒരു പഴുതുണ്ടല്ലോ, അല്ലെങ്കിൽ അവനെ വകവരുത്താം, അല്ലെ അവളെ വകവരുത്താം എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ നിയമത്തിന്റെ വ്യവസ്ഥയുടെ കാര്യം കൊണ്ട് തന്നെയാണ്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഏതായാലും ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ നാട്ടിൽ സംഭവിക്കുന്ന പല കുറ്റകൃത്യങ്ങളുടെയും അവർക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ സംബന്ധിക്കുന്ന ചില വീഴ്ചകൾ തന്നെയാവും ഒരു പക്ഷേ ഇത്തരം കുറ്റവാളികൾ പെരുകുന്നതിനുള്ള സാഹചര്യം എന്നാണ് ഈ അച്ഛൻ പറയുന്നത്. കുറ്റവാളികൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനറ്റ് വിസ്മയ ന്യൂസ്.